ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 19 വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ്റെ തിരുനാൾ. 1212 ഇറ്റലിയിൽ അബ്രൂസി എന്ന പ്രദേശത്ത് ഭക്തരായ മാതാപിതാക്കളുടെ 12 മക്കളിൽ ഒരാളായി ജനിച്ച പീറ്റർ, മാതാവ് ചെറുപ്പത്തിലെ മരിച്ചെങ്കിലും അമ്മ മകന് ഉത്തമമായ വിദ്യാഭ്യാസം നൽകിയിരുന്നു. തൻ്റെ പ്രാർത്ഥനാവേളയിൽ മാലാഖമാരും വിശുദ്ധരും ദൈവമാതാവും തന്നെ സന്ദർശിക്കുന്ന വിവരം പീറ്റർ തൻ്റെ അമ്മയോട് വിവരിക്കുമായിരുന്നു. യുവ പുരോഹിതനായിരിക്കുമ്പോൾ ഒരു ദിവസം ദിവ്യബലി അർപ്പിക്കുന്നതിന് താൻ അയോഗ്യനാണെന്ന ചിന്ത ഉണ്ടായി. അപ്പോൾ ആർക്കാണ് ഈ മഹനീയ പ്രവൃത്തിക്ക് യോഗ്യത ഉള്ളത്? നിനക്ക് അയോഗ്യത ഉണ്ടെങ്കിലും ഭയത്തോടെ ദിവ്യബലി അർപ്പിക്കുക എന്ന സ്വർഗീയ സ്വരം അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. 20-ാമത്തെ വയസ്സ് മുതൽ 3 വർഷം ഒരു ഗുഹയിലെ ഏകാന്തതയിൽ കഴിച്ചുകൂട്ടി. എന്നിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകപ്പെട്ടു. 1246 മെമോറാനെ പർവ്വതനിരയിൽ ഒരു ഗുഹയിൽ പീറ്റർ താമസമാക്കി. നിക്കോളസ് 4-ാമൻ പാപ്പയുടെ ദേഹവിയോഗത്തിൽ ഫാദർ പീറ്റർ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവസാനം മെത്രാഭിഷേകം സ്വീകരിക്കുകയും 5-ാം സെലസ്റ്റിൻ എന്ന പേരിൽ 1294 ഓഗസ്റ്റ് 29-ാം തീയതി മാർപ്പാപ്പയായി സ്ഥാനാരോഹണം ചെയ്തെങ്കിലും 4 മാസത്തെ ഭരണത്തിനു ശേഷം പാപ്പാസ്ഥാനം രാജിവച്ചു വീണ്ടും ഏകാന്തതയിലേക്ക് തിരിച്ചു. പിൻഗാമിയായി വന്നത് ബോണിഫസ്റ്റ് പാപ്പയാണ്. രാജിവച്ചയാളെ വല്ലവരും തിരിച്ചു കൊണ്ടുവന്നെങ്കിലോ എന്ന് ഭയന്ന് അദ്ദേഹത്തെ ഒരു തടവുകാരനെ പോലെയാണ് സൂക്ഷിച്ചിരുന്നത്. സഹനം ഏകാന്തതയുടെ വിശുദ്ധിക്ക് മാറ്റുകൂട്ടി. 1296 മെയ് 19-ാം തീയതി ശനിയാഴ്ച എല്ലാ ആത്മാക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ അന്ത്യശ്വാസം വലിച്ചു. ക്ലമന്റ് 5-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ 1313 മെയ് 5-ന് വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ പീറ്റർ സെലസ്റ്റിനെ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.